നമസ്കാരം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഉൾപ്പെടെയുള്ളവരുടെ യൂട്യൂബ് ചാനൽ ഈ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ അന്ന് മുതലേ പറയുന്നുണ്ട് ഇത് ദിലീപിനെതിരെയുള്ള ഒരു കൃത്യമായ അജണ്ട വെച്ചുള്ള കാര്യങ്ങളാണ്, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മറ്റു ചിലരാണ് എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലാണ് മാർട്ടിൻ നടത്തിയിരുന്നത്. പക്ഷേ ഇത്ര വിശദമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ മാർട്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു വീഡിയോ, ഒരു അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് മാർട്ടിൻ ഇത് പുറത്തു വന്നിരിക്കുന്നത്. മാർട്ടിൻ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാർട്ടിൻ പറയുന്ന ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പൾസസുനി പറഞ്ഞ ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പൾസസുനി പറയുന്നു ദിലീപുമായി ബന്ധപ്പെട്ടാണ് ഈ കൊട്ടേഷൻ നൽകിയത്, ദിലീപിനാണ് ഇത്തരത്തിൽ ഇടപാടുണ്ടായിരുന്നത്, താനും ദിലീപും തമ്മിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ദിലീപിനെ ദിലീപ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് പൾസസുനി കത്തയച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞ് ദിലീപിനെ വിളിച്ചു വരുത്തുന്നു. 1.5 മണിക്കൂർ മാത്രം മൊഴിയെടുത്തതിന് ശേഷം 12 മണിക്കൂർ വെറുതെ ഇരിപ്പിക്കുന്നു. അതിനുശേഷം ഒരു അതായത് ഈ പറയുന്ന ഒരു അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊറോട്ട നാടകം കളിക്കുന്നു. പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇതൊക്കെ കോടതിയിൽ പിന്നീട് ആ സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വന്നതാണ്. ആ രീതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ദിലീപിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി പോലീസ് സംഘം വലിയ ഉത്സാഹം കാണിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ദിലീപിലേക്കുള്ള തെളിവുകൾ കണ്ടെത്താനല്ല പോലീസ് സംഘം ശ്രമിച്ചത്, പകരം തെളിവുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാളിലേക്ക് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ അന്വേഷണ സംഘം എത്തുകയും അവിടെ തെളിവുകൾ കണ്ടെടുക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ അവിടെ ഒരു തെളിവുണ്ടാകും. ആ തെളിവിനെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തെളിവുകൾ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ്. അതായത് ബൈജു പോലോസും സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് സംഘത്തിന് തെളിവുകൾ കെട്ടിച്ചമയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് കോടതി വിധിയിലൂടെ മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തു. ഓരോ തെളിവുകൾ കെട്ടിച്ചമച്ചതിന്റെ വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കത്ത് പൊളിഞ്ഞ കാര്യമായി ബന്ധപ്പെട്ടും പൾസസുനി ഈ പണം കൊടുത്തു എന്ന് പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും അതിലെ മെമ്മറി കാർഡിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഈ മെമ്മറി കാർഡിന്റെ ടാമ്പറിംഗ് നടന്നു, അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന കള്ളവുമായി ബന്ധപ്പെട്ടും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പൊളിഞ്ഞു വീഴുന്ന ഒരു രീതി ഉണ്ട്. അതായത് ഇതൊക്കെ ഫേക്ക് ആയിട്ട് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ദിലീപിന്റെ ആലുവയിൽ വീട്ടിൽ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ എന്താണ് ഈ പൾസസുനിയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞു. അത് ഒരു കള്ളസാക്ഷിയെ ഉണ്ടാക്കി. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടു എന്ന് പറയുന്ന ഒരു കള്ളസാക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനോ കേൾവിയോ ഉണ്ടാകാത്തൊരു മനുഷ്യനാണ്. പിന്നെ കേൾക്കാത്തൊരു മനുഷ്യനോട് എങ്ങനെയാണ് ഇയാൾ സംസാരിക്കുക എന്നത് വലിയ കാര്യമായി വന്നു. അത് ബാലചന്ദ്രകുമാറിന് അറിയില്ലായിരുന്നു. അവിടെ കണ്ട ഒരാളുടെ പേര് പറയുകയായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതായത് പൾസസുനിയുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് ദിലീപിനെതിരെ പോയവർ എന്തുകൊണ്ടാണ് മാർട്ടിന്റെ വാക്കുകൾ എടുക്കാത്തത്? മാർട്ടിൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ തിരക്കഥയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലാലും ലാലിന്റെ മകൻ ജീൻ പോൾ ലാലും അടക്കമുള്ള ആളുകളാണ്. അവിടെ അനൂപ് എന്ന് പറയുന്ന ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുണ്ടായിരുന്നു. ഇവരും ഈ ആക്രമിക്കപ്പെട്ട നടിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു ഇത് എന്ന തരത്തിലാണ് മാർട്ടിൻ പറയുന്നത്. ഈ അതിജീവിതയെ പറ്റി ഒന്നും സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ആ കാര്യത്തിൽ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഭയമുള്ളത് കൊണ്ടല്ല, പക്ഷേ അതിജീവിതയുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. പക്ഷേ ഇവിടെ ലാലിന്റെ മകൻ അനൂപ് തുടങ്ങിയ ആളുകൾ അവരെന്താണ് ഇതിൽ പങ്കുള്ളത്? ഈ പറയുന്നത് പോലെ മാർട്ടിൻ ഓരോ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. മാർട്ടിനോട് ലാൽ ക്രിയേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് കൃത്യമായി ഈ പറയുന്ന അതിജീവിതയുടെ വീട്ടിലേക്ക് പോകാൻ പറയുന്നു. അതിജീവിതയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് രണ്ട് ബാഗ് എടുത്ത് ഈ കാറിലേക്ക് വെക്കുന്നു. അതിൽ ഒന്നിൽ പണമായിരുന്നു. അതിനുശേഷം തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അതിജീവിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അതിൽ മാറി ആണ് അതിജീവിത വിളിച്ചത്. 3 മൊബൈൽ ഫോണുകളോളം മാറി സംസാരിച്ചു. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരിയുന്ന അത്താണിയിലുള്ള സ്ഥലത്തെത്തുമ്പോൾ കൃത്യമായി നിർത്തണമെന്ന് പറയുന്നു. അവിടെ തന്റെ സുഹൃത്തുക്കൾ വന്ന് തന്നെ കാണും, അവരും ഒപ്പം ഉണ്ടാകും എന്ന് പറയുന്നു. ആ സമയത്താണ് ഈ കുറച്ചാളുകൾ വന്ന് അതിൽ കയറുന്നത്. അതിൽ ജീൻ പോൾ ലാലും ഈ അനൂപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെ നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാർട്ടിൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു പ്ലാനിങ് അതിനുള്ള വെച്ച് നടക്കുന്നു. അയാളെ നശിപ്പിക്കണം, അവനെ എനിക്ക് നശിപ്പിക്കണം, അവന്റെ സിനിമാ ഭാവി തകർക്കണം, അവൻ അത്രമേൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
അതിനുശേഷം അവർ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തി. കൊച്ചിയിൽ നിന്ന് പാലാരിവട്ടം പൈപ്പ് ലൈൻ വഴി നേരെ പടമുകളിൽ ആ ഒരു സൈഡിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ പറയുന്നത് പോലെ എന്ത് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു എന്താണ് ഈ ഒരു ടവൽ കെട്ടിയ ഒരാൾ ഈ വണ്ടിയിലേക്ക് വന്ന് കയറുന്നു. അവർ പരസ്പരം എന്താണ് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതാണ് കണ്ടത്. ആ സമയമാണ് ഇത് പൾസർ സുനിയാണ് എന്നുള്ള കാര്യത്തിലേക്ക് ഇയാൾക്ക് ഒരു വ്യക്തത ഉണ്ടായിരുന്നത്, മാർട്ടിന് വ്യക്തത ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് മാർട്ടിനെ ഈ പറയുന്ന അതിജീവിതയെ അതിജീവിതയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചത് ലാലാണ്. ലാൽ ക്രിയേഷന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അവിടെ നിന്ന് മൊബൈൽ കൊടുത്തിരുന്നു. ആ മൊബൈൽ അതിജീവിതയ്ക്ക് കൈമാറുകയും അത് അരമണിക്കൂറോളം വീടിനകത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. അതിനുശേഷം ഈ ഒരു വലിയ വണ്ടി, അതായത് നമുക്ക് കിടക്കാനും അതുപോലെ തന്നെ വലിയ സൗകര്യങ്ങളുള്ള ഒരു വണ്ടിയിൽ കയറിക്കൊണ്ട് ആ വണ്ടിയിൽ വെച്ച് പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഡ്രൈവർ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമല്ല, ഈ ഡ്രൈവർ നമുക്കൊരു പ്രശ്നമാവില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് അവിടെ പറയുന്നുണ്ട് എന്നൊക്കെ മാർട്ടിൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ വിഷയം നടന്നതിന് ശേഷം ഈ അതിജീവിതയെ എവിടേക്ക് കൊണ്ടുപോകണം, അതിജീവിതയെ ലാലിന്റെ വീട്ടിലേക്ക് ഇറക്കി വിടണം. അതുപോലെ അവിടെ നിന്ന് ലാൽ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഇതിന്റെ പുറകിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഭരണ സ്വാധീനമുള്ള ആളുകളുണ്ട്, വലിയ ആളുകളുണ്ട്. ഒപ്പം നിന്നാൽ നിനക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നിനക്ക് വലിയ പണി കിട്ടും എന്ന രീതിയിലേക്ക് ഈ പറയുന്ന മാർട്ടിനോട് സംസാരിച്ചു എന്നാണ് മാർട്ടിൻ ആ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നീട് ലാലിന്റെ വീട്ടിലേക്ക് എത്തുന്നു, ഓടിപ്പോയി ലാലിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷമാണ് ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം ലാൽ പറഞ്ഞതനുസരിച്ച് വലിയ രീതിയിൽ അവിടെ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ലാൽ തന്നോട് പറയുകയാണ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നീ ആരോടെങ്കിലും സംസാരിച്ചാൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ നിനക്ക് നിൽക്കാം, ഇല്ലെങ്കിൽ നിനക്കൊന്നുകളയും എന്ന രീതിയിലേക്ക് തന്നെ ലാൽ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് മാർട്ടിനെ എന്ന് മാർട്ടിൻ പറയുന്നുണ്ട്. അപ്പോ അത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ദിലീപിലേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടുപോവുകയും ദിലീപിനെതിരായിക്കൊണ്ടുള്ള കേസുകളെല്ലാം ചുട്ടുകൊട്ടാരം പോലെ തകരുകയും തെളിവുകൾ മൊത്തം ഇല്ലാതാവുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ മാർട്ടിൻ പറഞ്ഞ മൊഴി അതുകൂടെ പരിശോധിക്കണ്ടേ? എന്തുകൊണ്ടാണ് മാർട്ടിൻ പറഞ്ഞ മൊഴി പരിശോധിക്കാത്തത്? ആരായിരുന്നു ആ മേഡം? ആദ്യം ഫോൺ വിളിച്ച സമയത്ത് പറയുന്നുണ്ട് മാഡമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നു മാഡം? ഈ പറയുന്ന പോലെ ഫെനി ബാലകൃഷ്ണനെതിരായിക്കൊണ്ട്, അതായത് ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സരിത നായരുടെ അഭിഭാഷകനെ കൊണ്ട് ഈ പൾസർ സുനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ പൾസർ സുനിയുടെ വക്കാലത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ഈ ഫെനി ബാലകൃഷ്ണനും ഈ ഒരു മേഡത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു മേഡമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്, അതാരാണെന്ന് എനിക്ക് അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് മാർട്ടിൻ നടത്തിയിരിക്കുന്നത്. മാർട്ടിന്റെ ആ വീഡിയോ സകലമാന ആളുകളും കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിൽ പല ആളുകളും പറയുന്നത് മാർട്ടിൻ ഭയന്നിരിക്കുന്നുണ്ട്. മാർട്ടിൻ പറയുന്നത് വളരെ കണ്ടാൽ തന്നെ അറിയാം. മാർട്ടിൻ പറയുന്നത് അത് വലിയ പ്രശ്നമാണ് എന്നറിയാം. ഈ പൾസർ സുനി പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? പൾസർ സുനി എങ്ങനെയാണ് മൊഴി കൊടുത്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? പൾസർ സുനി ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് ഒരു കത്ത് വന്നതിന് ശേഷം പൾസർ സുനി തിരുത്തി പറയുകയാണ്. ഈ കത്ത് എങ്ങനെ പിടിക്കപ്പെട്ടു? കത്ത് പിടിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ഈ കത്ത് ദിലീപാണ് പറയുന്നത്. ദിലീപ് പൾസർ സുനി അയച്ച കത്ത് ഈ പറയുന്ന DGPക്ക് കൈമാറിയത് കൊണ്ട് മാത്രമാണ് ദിലീപിലേക്ക് അന്വേഷണം പോയത്. ഏതെങ്കിലും ഒരാൾ, തെറ്റ് ചെയ്യുന്ന ഒരാൾ ഈ കത്ത് നേരെ DGP കൊണ്ട് കൊടുക്കുമോ? ഇതൊക്കെ നമുക്ക് ആലോചിച്ചാലാണ് കൃത്യമായി മനസ്സിലാകും. മാത്രമല്ല ആ കത്ത് വെച്ചുകൊണ്ട് ദിലീപിനെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. CBI ഒരു പ്രതി, ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതി പറയുകയാണ് തന്റെ കേസ് CBI അന്വേഷിക്കണം, തന്റെ കേസ് CBI അന്വേഷിക്കണം, എനിക്ക് CBIയിൽ നിന്ന് മാത്രമേ നീതി കിട്ടുകയുള്ളൂ എന്ന് ഒരു പ്രതിക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു പ്രതിക്ക് CBI അന്വേഷണം വേണമെന്ന് പറയാനുള്ള അർഹത അല്ലെങ്കിൽ ആ ഒരു അവകാശം നമ്മുടെ കോടതികൾ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ കൊടുക്കുന്നില്ല. എങ്കിൽ പോലും ദിലീപ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെതിരായിക്കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ എതിർത്തതാരാണ്? അതിനെതിർത്തത് പ്രോസിക്യൂഷനും മറ്റാളുകളും ഒക്കെയാണ്. CBI വന്നാൽ എന്തായിരുന്നു? ഈ ഒരു പ്രതി പറയുകയാണ് CBI അന്വേഷണം വന്നോട്ടെ, ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കൂ എന്ന് ഈ പറയുന്ന പ്രോസിക്യൂഷനോടും കോടതിയോടും പോലീസിനോടും പറഞ്ഞതാണ് ദിലീപ്. തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കൂ എന്ന് ഒരു പ്രതി പറയുന്നുണ്ടെങ്കിൽ, CBI അന്വേഷണത്തിന് വിടൂ എന്നൊരു പ്രതി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം അവിടെ അയാൾ എത്രമാത്രം കോൺഫിഡന്റ് ആണ്, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസം അയാൾക്കുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതും ഈ പറയുന്ന മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളും ഒപ്പം പൾസർ സുനി പറഞ്ഞ പല കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങളും, അത് മാത്രമല്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ദിലീപിനെതിരെ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ച തെളിവുകളുണ്ട് എന്ന് കോടതി അക്കമിട്ട് നിരത്തിയിട്ടുള്ള തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഇതിലൊക്കെ അന്വേഷണം വേണ്ടതുണ്ട്. ഈ കേസിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ കേസിൽ CBI അന്വേഷണം തന്നെ ആവശ്യമുണ്ട്. ഈ കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കണം. CBI വരട്ടെ, CBI വന്ന് കൃത്യമായി അന്വേഷിക്കട്ടെ. ആ കേസ് ഉൾപ്പെടെ ഒരു പുനരന്വേഷണമെങ്കിൽ പുനരന്വേഷണം CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിലെന്തിനാണ് പേടിക്കുന്നത്?
അങ്ങനെ ഒരു CBI അന്വേഷണം വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ രീതിയുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദങ്ങൾക്ക് ശക്തിയേറുകയാണ്. അല്ലെങ്കിൽ അത് തെളിയിക്കാനാവുന്ന വിധത്തിലുള്ള നിയമവ്യവസ്ഥകൾ നമ്മുടെ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.